അതെ അതെ സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഷോ അല്ലേ, അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. സൗബിക്കായിട്ട് ചന്ദ്രേട്ടൻ്റെ എവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഒരു ഫുൾ ഓൺ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സൗബിക്കായിട്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. നമുക്കത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴല്ലേ ഓഡിയൻസിന്റെ ഒക്കെ റിവ്യൂ എങ്ങനെയാണ് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ പ്രിവ്യൂ കുറച്ച് നാൾ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു പ്രോപ്പർ പ്രിവ്യൂ ആയിട്ടല്ല, ജസ്റ്റ് ഒരു റഫ് കട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അതെ, നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾ അതൊക്കെണ്ടായിരുന്നോ? അടികപ്പേരെ കൂട്ടമായി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്കൊന്ന് ലാസ്റ്റ് മൊമെന്റിൽ നിന്നാണ് സിനിമയിൽ ജോയിൻ ചെയ്തത്. നല്ലായിരുന്നു, കുറെ നാളായിട്ട് അറിയാം. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. ഫാമിലീസ് കൂടുതൽ സിനിമ കാണണം. ശരിക്കും ഇതൊരു അങ്ങനെ ഒരു ഇതുള്ളോട് ഞാൻ എന്നെ പറയുന്ന മറന്നു പോകുന്നത്. ഇത് ആക്ച്വലി ഈ കഥയിലൊരു കാമുണ്ട്. അതാണ് ഈ സ്റ്റോറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻസിഡന്റ് കണ്ടല്ല, അതാണ് കൊണ്ടുപോകുന്നത്. ഫാമിലീസ് കാണണം, ഫാമിലിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടു കം. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും വരിക. എന്തോ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു മെസ്സേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഒരു കഥയിലെ ഭാഗമാകാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം. അതെ, നല്ലതല്ലേ. എല്ലാ ലേഡി ക്യാരക്ടേഴ്സും ബോൾഡാണ്, അതുപോലെ ആണുങ്ങളും ബോൾഡാണ്. ബോൾഡുമാണ്, ഫ്രജൈലുമാണ്. അങ്ങനെയാണല്ലോ പൊതുവെ ആണുങ്ങളല്ലേ. അത് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടില്ലേ. സ്നേഹമുള്ള ആണുങ്ങളാണ്, അതുപോലെ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആണുങ്ങളുമാണ്. നല്ലതല്ലേ. പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. തള്ളിയിടുവോ? നല്ലൊരു മെസ്സേജ് ഉണ്ട്, വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ട്വിസ്റ്റ് ആണ്. നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം വന്ന് കണ്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു. അടിപൊളി നല്ലതായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഒരുപാട്. അതെ അതെ അതെ. വക്കീല് പോലെ ഉണ്ടായിരുന്നു. ഞാൻ എന്തും ചെയ്യില്ലേ, വക്കീല്, ഡോക്ടർ, എന്താ വേണ്ട, പൈലറ്റ് വേണോ, പ്ലംബർ വേണോ, പ്ലംബർ തന്നെ. ഫോട്ടോ ഞാൻ ഫോണൊക്കെ എടുത്ത് പോക്കറ്റിൽ ഇട്ടോണ്ട്. ഇല്ല, ഇത് വേറെ. അല്ല, സിനിമയുടെ പ്ലോട്ട് പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു. എന്താ പ്ലോട്ട്? ബോബേട്ടൻ വിളിച്ചു, അബാമിന്റെ പടം, ഞാൻ പോകുന്നു, അഭിനയിക്കുന്നു. പ്ലോട്ട് നീ എനിക്ക് പിന്നെ പറഞ്ഞാൽ മതി. അല്ല, പടം കണ്ടില്ല. ഇപ്പൊ കാൽഭാഗം കണ്ടോ? നല്ല മൂവി, ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവി. മോളും അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തായാലും അതുപോലെയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. ലൊക്കേഷനിലൊക്കെ അങ്ങനെ ആന്റിയുടെ കൂടെയും ഫണ്ണായിരുന്നു. അന്ന് റീലെടുത്ത് ഞാൻ എല്ലാ ദിവസവും കാണും. എന്തായാലും ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സൗബിനും നമ്മുടെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി, അതായത് ഒരു ഫീൽ ഗുഡ് മൂവി. നമുക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. അതിലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം എന്താ പറയാ, നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക.
ഫാമിലി ഓഡിയൻസിൽ എന്തായാലും കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. ഏ? ഫാമിലി ഓഡിയൻസിൽ കണക്ട് അതെ അതെ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സും നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥയും. അതാണ് മച്ചാന്റെ മാലാഖ. നല്ല മൂവിയാണ്, നല്ല മൂവി. എല്ലാവരും റിലേറ്റഡ് കഥാപാത്രങ്ങളാണ്, എല്ലാവരും നല്ലതാണ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ സിനിമ, നല്ല ഗ്രാമീണതയും നല്ല ഇന്നത്തെ ഫാമിലിയുടെ ഒക്കെ ഒരു ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സൂപ്പർ സിനിമ. എല്ലാവരും കാണുന്നതാണ്, വിജയിപ്പിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയാണ്. അടിപൊളി അടിപൊളി. നല്ല പടം. നല്ല പടം. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, നല്ലൊരു കുടുംബ ചിത്രമാണ്, വളരെ മാറ്റമുണ്ട്. നല്ലൊരു ഫാമിലി മൂവി. നല്ല മൂവി സൂപ്പർ. ഫാമിലി സൂപ്പർ. നൈസാണ്. സൗബിൻ പൊളിച്ച് അടിപൊളി പടമാണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. കാണാൻ തന്നെ ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനാണ് ഇതിന്റെ സംവിധാനം, അതുകൊണ്ട് കണ്ടവര് പ്രേക്ഷകരാ പറയേണ്ടത്, അവരാണല്ലോ അഭിപ്രായം പറയേണ്ടത്. നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു, നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, അവര് പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ. ഓക്കെ, താങ്ക് യു.